ഈ സിനിമാ വിവാദം വല്ലാതെ അശ്ലീലമാവുകയാണല്ലോ. വന്നിപ്പോൾ പത്രം വായിക്കാൻ വയ്യ, ടി വി വയ്ക്കാൻ വയ്യ. ഓരോ നടിമാർ വന്ന് ഓരോ നടന്മാർ ചെയ്ത കാര്യങ്ങൾ ഒക്കെ ഇങ്ങനെ പച്ചയ്ക്ക് വിളിച്ചു പറയുകയാണ്. ഈ വിവാദം എങ്ങോട്ടാണ് പോകുന്നത്? അത് കുറേ ദിവസം എല്ലാ വിവാദങ്ങളും കുറേ ദിവസം ഇത് നിൽക്കും, അത് കഴിയുമ്പോൾ അടങ്ങും. ഇതിന് ഒരു രാഷ്ട്രീയ മാനമുണ്ട്. ഈ അലിഗേഷൻസ്, ആരോപണങ്ങൾ റേസ് ചെയ്യുന്ന സ്ത്രീകൾ പൊതുവേ ഇടതുപക്ഷക്കാരാണ്. അതിന് ശരവ്യരാകുന്ന നടന്മാർ, സംവിധായകർ, അവരും ഇടതുപക്ഷക്കാരാണ്. അപ്പോൾ ഇടതുപക്ഷത്തിനുള്ളിലെ ഒരു കൊട്ടാര വിപ്ലവമാണ് ഈ കാണുന്നത്. അതിലാർക്കെങ്കിലും സ്ഥാനമാനങ്ങൾക്കോ അതിനോ ഒക്കെയുള്ള കോട്ടം തട്ടിക്കാണും. വിചാരിച്ച പോലത്തെ റോളുകൾ കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും സിനിമ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്താലല്ലേ നടിക്കും നടനും ഒരു വിലയുണ്ടാവുള്ളൂ. ഇപ്പോൾ സുനിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ ടി വിയിൽ വന്ന് പറയുന്ന പല നടിമാരാണ് എന്ന് നമ്മളറിയുന്നത് ഇപ്പോഴാണ്. അവരെ കാണുന്നത് ഇപ്പോഴാണ്. ഏതെങ്കിലും സിനിമയിൽ ഏതെങ്കിലും റോളൊക്കെ അവർ അഭിനയിച്ച് കാണും. ബട്ട് പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു സ്ഥിരപ്രതിഷ്ഠ നേടാനും മാത്രമുള്ള ഗൗരവമുള്ള റോളുകൾ അവർക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു കൊതിക്കരവും അവർക്കുണ്ടാവും. പിന്നെ സിനിമാ രംഗത്ത് ഇതുപോലെ വാഗ്ദാനങ്ങൾ കൊടുക്കുക, പ്രലോഭിപ്പിക്കുക, ചൂഷണം ചെയ്യുക, ഇതൊക്കെ പതിവാണ്. ഞാനിതൊരു സാമാന്യവൽക്കരിച്ച് പറയുകയല്ല. ഏകദേശം എല്ലാ ഫീൽഡിലും ഇതുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥയിലാണെങ്കിൽ ട്രാൻസ്ഫർ കിട്ടാൻ, പ്രൊമോഷൻ കിട്ടാൻ, ഇതൊക്കെ ചെയ്യാം. ഇതിലും ഭീകരമായിട്ട് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയക്കാരാണ്. രാഷ്ട്രീയക്കാരുടെ ഇടയ്ക്ക് സ്ത്രീകൾ വളർന്നു വരണമെങ്കിൽ അവർ ചെയ്യേണ്ട പ്രവൃത്തികൾ അതിഭീകരമാണ്. ഇവർക്ക് സിനിമാക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റാർ സിനിമാ നടൻ അല്ലെങ്കിൽ നല്ല പേരെടുത്തൊരു സംവിധായകൻ ഒരാൾക്ക് ഒന്ന് വഴങ്ങി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർ കോണിപ്പടി കയറി രക്ഷപ്പെട്ടു പോയി എന്ന് വരും. രാഷ്ട്രീയത്തിൽ അത് പറ്റില്ല. രാഷ്ട്രീയത്തിൽ ഫുൾ കമ്മിറ്റിയൊക്കെയാണ് ഇവരെ എൻജോയ് ചെയ്യുന്നത്. എന്നാൽ മാത്രമേ ഇവർ ജില്ലാ കമ്മിറ്റി മെമ്പറാകുള്ളൂ. അല്ലെങ്കിൽ ഇവർ വെറുതെ തെരുവിൽ കിടന്നിട്ട് ഈ ജലബീരങ്ങി വാങ്ങിച്ച് വീട്ടിൽ പോകും. രാഷ്ട്രീയത്തിലാണ് ഏറ്റവും ഹീനമായ കാര്യങ്ങൾ നടക്കുന്നത്. അതിൻ്റെ പകുതിയേ വരുന്നുള്ളൂ സിനിമ. വാക്ക് തെറ്റിക്കുക, വിശ്വാസവഞ്ചന. ഇത് എന്നെ ഈ ബേസിക് പഠിപ്പിച്ച ഒരു രാഷ്ട്രീയക്കാരനാണ്. മോഹൻദാസേ, ഈ വിശ്വാസവഞ്ചന എന്ന് പറയരുത്, വഞ്ചന എന്ന് പറഞ്ഞാൽ മതി. വിശ്വാസമുള്ളവരെ മാത്രമേ വഞ്ചിക്കാൻ പറ്റുള്ളൂ. വിശ്വസിക്കാത്ത ആളിനെ വഞ്ചിക്കാൻ പറ്റില്ല. ശരിയാണ്. അതുപോലെ സുഹൃത്തുക്കളാണ് എന്നെ വഞ്ചിച്ചത്. സുഹൃത്തുക്കൾക്കേ വഞ്ചിക്കാൻ പറ്റുള്ളൂ, ശത്രുക്കൾക്ക് വഞ്ചിക്കാൻ പറ്റുമോ? നമ്മൾ വളരെ മുൻകരുതലെടുക്കും ശത്രു. അപ്പോൾ അയാൾ പറഞ്ഞു, ആ സംജ്ഞ മോഹൻദാസ് ഉപയോഗിക്കുന്നത് തെറ്റാണ്. അന്ന് തന്നെ ഞാനത് ട്വീറ്റ് ചെയ്തു. വിശ്വാസവഞ്ചന എന്ന വാക്ക് അർത്ഥശൂന്യമാണ്. വിശ്വസിക്കുന്നവരെ മാത്രമേ വഞ്ചിക്കാൻ സാധിക്കുകയുള്ളൂ, വിശ്വസിക്കാത്തവരെ വഞ്ചിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വഞ്ചന എന്നുള്ള വാക്ക് മാത്രം മതി, വിശ്വാസവഞ്ചന വേണ്ട. അപ്പോൾ ഇത് രാഷ്ട്രീയക്കാരനാണ് എന്നെ പഠിപ്പിച്ചത്. എന്നേക്കാൾ വളരെ ചെറുപ്പമാണ് അയാൾ. പക്ഷേ അയാൾ ആക്റ്റീവ് പൊളിറ്റിക്സിലുണ്ട്. അതുകൊണ്ട് അയാൾക്ക് ഇപ്പോൾ നടക്കുന്ന രാഷ്ട്രീയത്തിലെ തെമ്മാടിത്തരങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അയാളാണ് പറഞ്ഞത്, ചേട്ടാ ഇതിങ്ങനെ മാറ്റണം എന്ന് പറഞ്ഞത്. ഞാനത് സമ്മതിക്കുകയും ചെയ്തു, തുറന്ന് മനസ്സിൽ. അല്ല, അത് ശരിയാണ് ആലോചിക്കുമ്പോൾ. അപ്പോൾ ഈ രാഷ്ട്രീയത്തിൻ്റെ ഒരു പതിപ്പാണ് സിനിമ. ഒന്ന് അധികാരം, പ്രശസ്തി. രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയാധികാരം അത് ഇതിൻ്റെ കൂടെയുള്ളതാണില്ല. ഇപ്പോൾ ശരി, പണം, അധികാരം, പ്രശസ്തി, ഈ മൂന്നും ഈ രണ്ട് ഫീൽഡിലും ഉണ്ട്. രാഷ്ട്രീയക്കാർക്ക് നേരിട്ട് അധികാരം, അഡ്മിനിസ്ട്രേറ്റീവ് പവർ. സിനിമക്കാർക്ക് രാഷ്ട്രീയക്കാരുടെ പുറത്തുള്ള സ്വാധീനം വെച്ച് അഡ്മിനിസ്ട്രേറ്റീവ് പവർ. സിനിമക്കാരെന്തെങ്കിലും കുഴപ്പം വന്നു കഴിഞ്ഞാൽ അവരാദ്യം വിളിക്കുന്നത് രാഷ്ട്രീയക്കാരായിരിക്കും. ഈ ഇന്നസെൻ്റ് ഒരു മോഹൻലാൽ സിനിമയിലോ മറ്റോ പറയുന്നില്ലേ, ഇതിൽ
3 മന്ത്രിമാരുണ്ട് ഇതിൽ ആരെയാ വിളിക്കേണ്ടതെന്ന് ചോദിച്ചു 3 മൊബൈൽ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. ഒന്നിൽ ആഭ്യന്തരമന്ത്രിയാണ്, ഒന്നിൽ മുഖ്യമന്ത്രിയാണ്, മറ്റേതിൽ റവന്യൂ മന്ത്രിയാണ്. അപ്പോൾ കളക്ടറെ വിളിക്കണോ, SP വിളിക്കണോ, അതോ 2 പേരെയും വിളിക്കണോ? ഇതാണ് ഇന്നസെൻറ്റിൻ്റെ ചോദ്യം. അപ്പോൾ അങ്ങനെ അത്രയധികം സ്വാധീനം ഇവർക്കെല്ലാം ഉണ്ട്. ആ സ്വാധീനത്തിന് വേണ്ടിയിട്ടാണ് ഈ പെൺകുട്ടികളും ശ്രമിക്കുന്നത്. സ്റ്റാർ ആവുക, സൂപ്പർ സ്റ്റാർ ആവുക, അതൊക്കെയാണ് അവരുടെ മോഹം. ഓരോ പെൺകുട്ടിയും സിനിമയിലേക്ക് മോഹങ്ങളുമായിട്ട് കടന്നു. ഒരു പെൺകുട്ടി പറഞ്ഞില്ലേ, എൻ്റെ സ്വപ്നങ്ങൾ, എൻ്റെ മോഹങ്ങൾ അത് പരിരക്ഷിക്കപ്പെടുമോ? എന്താണ് ഈ സ്വപ്നവും മോഹവും? ഒരു നയൻതാരയാവുക, അല്ലെങ്കിൽ രേവതി ആവുക, ഷീലയാവുക, അങ്ങനെ വലിയ ഒരു ബിംബമായിട്ട് മാറുക. അതിൽ ഒരു തെറ്റുമില്ല. അതായിരിക്കണം ഒരു കലാകാരിയുടെ അന്തിമമായ ലക്ഷ്യം. പക്ഷേ അതിന് കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് സിനിമയിൽ ഇപ്പോഴുള്ളതല്ല, പണ്ട് മുതലേ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് തമിഴ്നാട്ടിൽ കോടമ്പാക്കം എന്നുള്ള സ്ഥലം കുപ്രസിദ്ധമാകുന്നത്. ഈ സിനിമയിൽ അറ്റംപ്റ്റ് ചെയ്യാൻ പോവുകയും പിന്നീട് അത് ക്ലിക്ക് ചെയ്യാതെ വരികയും പിന്നെ നാട്ടിൽ തിരിച്ചു വന്ന് തലപ്പുറത്ത് കാണിക്കാൻ വയ്യാത്ത സ്ഥിതിയാവുകയും ഒടുവിൽ കോടമ്പാക്കത്തിന് കീഴടങ്ങുകയും ചെയ്യുന്ന കഥ. അങ്ങനെയാണ് കോടമ്പാക്കം ഉണ്ടാകുന്നത് മദ്രാസിൽ. മദ്രാസായിരുന്നല്ലോ പണ്ട് മലയാള സിനിമയുടെയും കേന്ദ്രം മദ്രാസാണ്. ഒരുപക്ഷെ ഇപ്പോഴും മദ്രാസാണ്. അപ്പോൾ ഈ രീതിയിൽ പ്രശസ്തിക്കും മറ്റു കാര്യത്തിനുമൊക്കെ വേണ്ടിയിട്ട് അഡ്ജസ്റ്റ്മെൻറ്റിന് വിധേയരാകുക എന്നുള്ളത് ഇവരുടെ ഒരു തലയിലെഴുത്ത് പോലെയാണ്. ഇടതുപക്ഷം എന്ന് ഞാൻ എടുത്തു പറയാൻ കാര്യം, ഇടതുപക്ഷത്തിന് ഇതൊരു അക്സെപ്റ്റഡ് പ്രിൻസിപ്പിളാണ്. അല്ല, പൊതുവിൽ അവർ ഈ സാംസ്കാരിക രംഗത്ത് ഈ സ്ത്രീ സമത്വം, സ്ത്രീയുടെ സുരക്ഷ, ഇതിനെക്കുറിച്ചൊക്കെ ഘോരഘോരം പ്രസംഗിക്കുന്നവരല്ലേ? അല്ല, ഈ പ്രസംഗിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അവരുടെ റിയൽ ഇൻറ്റൻറ്റ് എന്താണ്? കൊല്ലം SN കോളേജിൽ SFI ബോർഡ് വെച്ചത് എങ്ങനെയാണ്? സംസ്കാരം പടിക്ക് പുറത്ത്, ഇതാണ് വെച്ചത്. കേരളവർമ്മ കോളേജിലെ പോസ്റ്റർ മാനം മര്യാദയുള്ളവർക്ക് കാണാൻ കൊള്ളുന്നതാണ്. ദൈവം എന്തിനാണ് ഞങ്ങളെ എങ്ങോട്ടോ നോക്കുന്നത് എന്നുള്ള ചോദ്യം വലിയ ചോദ്യമായിട്ട് വന്നു. ഇപ്പോൾ ഇല്യൂമിനാറ്റി എന്ന് പറഞ്ഞ് തുള്ളുന്ന പിള്ളേർ, അവരുടെ പാട്ട് എനിക്കിവിടെ സുനിലിനടുത്ത് പാടാൻ കൊള്ളില്ല. അച്ഛാ അമ്മേ മാപ്പ്, ഇനി തോന്നിയ മാസം പോക്ക് എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് മറ്റോ ഒരു പാട്ടുണ്ട് അവരുടെ. അപ്പോൾ ഇതെല്ലാം ഉണ്ടല്ലോ, വഴിവിട്ട് പോകാൻ ഒരവകാശമുണ്ടെന്നാണ് ആ പാട്ടിലെ ഒരു ലൈൻ. വഴിവിട്ട് പോകാൻ അവകാശമുണ്ട്. ഇതാണ് ചെറുപ്പം മുതൽ ഇടതുപക്ഷം പ്രോത്സാഹിപ്പിക്കുന്ന ധാർമ്മികത, പഠിപ്പിക്കുന്ന ധാർമ്മികത. അവരാണ് ഈ ചുംബന സമരത്തിൻ്റെ പ്രണേതാക്കൾ. അവരാണ് എന്താ ഗേറ്റ്, എറണാകുളം ഗേറ്റ്. ആ ഗേറ്റിന് പേരുണ്ട്. ആ പേരെനിക്ക് പറയാൻ കൊള്ളില്ല ഇവിടെ, അതാണ് പ്രശ്നം. അതിനൊരു പേരുണ്ട്. ആ പേര് വീണ്ടും വീണ്ടും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇടതുപക്ഷത്തിൻ്റെ സംഭാവനയാണ് സാംസ്കാരിക കേരളത്തിന്. അതുകൂടാതെ അവരൊതുക്കി തീർക്കുന്ന പെണ്ണ് കേസുകൾ നോക്കിക്കോ. പി ശശിയുടെ ആണെങ്കിലും PK ശശിയുടെ ആണെങ്കിലും ഇവിടെയുള്ള എറണാകുളം ഭാഗത്തെ ദിവ്യന്മാരുടെ ഒളിക്യാമറ വിവാദം ഒക്കെ ഓർമ്മയുണ്ടല്ലോ. ഞാൻ അവരുടെ പേരൊക്കെ പറഞ്ഞ് വെറുതെ മറന്നുപോയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇതെല്ലാം അവർ ഒതുക്കി തീർത്തതാണ്. കാരണം അവരുടെ പ്രിൻസിപ്പിൾ സ്ത്രീ ഉൽപ്പാദനോപാധിയാണ്. അത് ഉൽപ്പാദനോപാധികളുടെ പൊതുവൽക്കരണം, ഇതാണ് അവരുടെ പ്രിൻസിപ്പിൾ. അപ്പോൾ സ്ത്രീ പൊതുവായിരിക്കണം. അങ്ങനെയാണ് അവർ കമ്മ്യൂൺ സിസ്റ്റത്തിലേക്ക് വരുന്നത്. ഒരു പുരുഷന് ഒരു സ്ത്രീ എന്നുള്ള കൺസെപ്റ്റിൽ നിന്ന് മാറിയിട്ട് പൊതുസ്വത്താണ് സ്ത്രീ. അപ്പോൾ ഉണ്ടാകുന്ന കുട്ടികളും ആരുടെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ അത്ര ക്ലിയറായ മുഖച്ഛായയോ സംഗതിയോ ഒക്കെ ഉണ്ടാവണം. ആരുടെയെങ്കിലും ഒരാളുടെ ആയിരിക്കും ആ കുട്ടി, പക്ഷേ ആരുടെയാണെന്ന് പെട്ടെന്നൊന്നും തിരിച്ചറിയാൻ പറ്റില്ല. ഇങ്ങനെ ജീവിച്ച് കാണിച്ച പാരമ്പര്യമാണ് അവർക്കുള്ളത്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കാര്യമൊന്നുമല്ല. അവരുടെ പെൺകുട്ടികൾ ഇത് എൻജോയ് ചെയ്യുന്നു. ഇടതുപക്ഷം, ഹൃദയപക്ഷം, മാനവപക്ഷം എന്നൊക്കെ നിഷ്കളങ്കമായിട്ട് മുദ്രാവാക്യത്തിൽ വിശ്വസിച്ച് ഇതിൽ പോയി ചാടുന്ന സ്ത്രീകൾ, അവർ പെട്ടുപോയി കഴിയുമ്പോൾ അവർക്കും പിന്നെ ഈ ഒഴുക്കിൽ അങ്ങ് നീന്തിപ്പോവുക നിവൃത്തിയില്ലാതെ അവർക്ക് മനസ്സിലാവുന്നുണ്ട്
വാട്ട് ഐ ആം ഡൂയിങ് ഈസ് അമോറൽ. ഇമ്മോറൽ അല്ല, അമോറൽ. ഇത് തമ്മിലൊരു വ്യത്യാസമുണ്ട്. 3 ടൈപ്പ് മനുഷ്യരാണ്. ഒന്ന് മോറൽ, വേറൊന്ന് ഇമ്മോറൽ. തെറ്റാണെന്നറിയാം, പക്ഷേ ചെയ്യുന്നു. മറ്റൊന്ന് അമോറൽ, തെറ്റും ശരിയും ഒന്നുമില്ല, ജന്തുസഹജമായ ചോദനകളോടെ ജീവിക്കുക. അതാണ് അമോറൽ. മൃഗങ്ങളൊക്കെ അങ്ങനെയാണല്ലോ, അവർക്ക് മൊറാലിറ്റി ഒന്നുമില്ല. അമ്മ പശു, മകൻ പശു, മകൻ കാള, ഇങ്ങനെ പറഞ്ഞൊന്നുമില്ല. അമ്മയില്ല, മകനുമില്ല, അച്ഛനുമില്ല, ഒന്നുമില്ല. എല്ലാം ഒരുപോലെ മിക്സ് ആകും. അതാണ് പശുവിൻ്റെ അല്ലെങ്കിൽ മൃഗങ്ങളുടെ സ്വഭാവം. അപ്പോൾ ആ സ്വഭാവം മനുഷ്യനും പ്രകൃതി അങ്ങനെയാണ്. പ്രകൃതിയിൽ നിന്നാണ് നമ്മൾ സംസ്കൃതിയിലേക്കും വികൃതിയിലേക്കും തിരിയുന്നത്. അപ്പോൾ ആ തിരിവ് നമ്മളുടെ തീരുമാനമാണ്. ആ തീരുമാനത്തിന് വികൃതിയിലേക്ക് വേണം തിരിയാൻ എന്നുള്ളതിന് സൈദ്ധാന്തികമായ ഭാഷ്യം ചമച്ച ആൾക്കാരാണ് ഇടതുപക്ഷക്കാർ. ഇതൊന്നും അറിയാതെ പോയിട്ട് ആ ഇടതുപക്ഷം, ഹൃദയപക്ഷം എന്നൊക്കെയുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ അതിൽ പോയി ചാടും. അവരുടെ പ്രസംഗം കേട്ട്, വിഭ്രാമകമായ പ്രസംഗങ്ങൾ കേട്ടിട്ട് അതാണ് മാനവികത എന്ന് പറഞ്ഞിട്ട് പോയി ചാടും. ചാടിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരവില്ല. ഈ വിവാദം ഇങ്ങനെ കത്തി നിൽക്കുകയല്ലേ? ഒരു പോലീസ് അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ സമാന്തരമായി സാംസ്കാരിക മന്ത്രി പറയുന്നു ഒരു സിനിമ കോൺക്ലേവ് നടത്താൻ പോവാണ്. സിനിമ കോൺക്ലേവ് ഒക്കെ നടത്തി പരിഹരിക്കാവുന്ന ഒരു വിഷയമാണിത്. ഇല്ല, ഇത് പരിഹരിക്കാനേ പറ്റില്ല. ഇതിന് പരിഹാരമേ ഇല്ല. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊട്ടിയൊലിക്കും, കുറച്ച് ദിവസം നിൽക്കും, പിന്നെ ഇതിനായിരിക്കും. ഇപ്പം ഞാൻ പറയട്ടെ, ഇത് ഒതുക്കി തീർക്കാൻ ഏറ്റവും നല്ല ആയുധം ഈ KUWJ ഉണ്ടല്ലോ, സുനിലിൻ്റെയൊക്കെ പ്രിയപ്പെട്ട സംഘടന. ഈ KUWJയിലെ അംഗങ്ങളെ പറ്റിയുള്ള പരാതികൾ, എഴുതിക്കൊടുത്ത പരാതികൾ, FIR ഇട്ട പരാതികൾ, ഇത് സിനിമാക്കാർ വിളിച്ച് പറഞ്ഞ് തുടങ്ങിയെന്ന് വയ്ക്കുക. അതോടെ ഈ TV-യിലെ ഈ കലാപരിപാടി അവസാനിക്കും, ഉറപ്പായിട്ട് അവസാനിക്കും. കാരണം ഇതിലും വലിയ വമ്പന്മാരാണ് രാഷ്ട്രീയത്തിലും സിനിമയിലും ഉള്ള പോലെ തന്നെയാണ് KUWJയിലും, പത്രപ്രവർത്തക യൂണിയനിലും. അത് സെക്രട്ടേറിയറ്റ് യൂണിയൻ ആയാലും KPCT ആയാലും ഇവിടെയൊക്കെ ഇതുണ്ട്. ഉദ്ദേശിക്കുന്ന ആളുകൾ ഇപ്പോൾ ഭാരവാഹികളല്ല. അല്ല, അവർ ഭാരവാഹികളാകേണ്ട കാര്യമില്ല. കഴിഞ്ഞ ഭാരവാഹിയായിട്ടൊന്നും അല്ലല്ലോ അമ്മയിലെ സിനിമാ നടന്മാരോ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഭാരവാഹിയായിട്ടാണ്. ഭാരവാഹിയൊന്നും ആകണ്ട. ഇതൊക്കെ ഒരു അങ്ങനെയാണ് ഈ പവർ ഗ്രൂപ്പ് എന്നൊക്കെയുള്ള പ്രയോഗം വരുന്നത്. പവർ ഗ്രൂപ്പിലുള്ളവർ ഭാരവാഹികളാകണമെന്നൊന്നുമില്ല. അപ്പോൾ ഇതല്ലാതെ തന്നെ ചെയ്യാൻ ഒരു വ്യത്യാസമുണ്ട്. TG ഉദ്ദേശിക്കുന്ന ആരോപണ വിധേയരായ ആളുകൾ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോറ്റുപോയി. അത് തോറ്റാലെന്താ, ജയിച്ചാലെന്താ? അപ്പോഴും ആ ഗാങ് നിലനിൽക്കുകയല്ലേ, പവർ ഗ്രൂപ്പ് നിലനിൽക്കുകയല്ലേ. അത് തോൽവി ജയം എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ വോട്ടെടുപ്പിൻ്റെ സാങ്കേതികത മാത്രമാണ്. ആരുടെ കയ്യിലാണ് സംഘടന? ആര് വിചാരിച്ചാൽ സംഘടനയെ ഒരു പ്രത്യേക രീതിയിൽ ചലിപ്പിക്കാൻ പറ്റും? അതാണ് പവർ ഗ്രൂപ്പ്. അത് ഏറ്റവും ഹീനമായ ഇത്തരം കളികൾ നടക്കുന്നത് KUWJയുടെ ആഭിമുഖ്യത്തിലും പിന്നെ KUWJ അംഗങ്ങളും അല്ലാത്തവരും ചേർന്ന് പ്രിൻ്റ് മീഡിയയിലും വിഷ്വൽ മീഡിയയിലും. ഈ വിഷ്വൽ മീഡിയയിൽ ഞാൻ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ TV വയ്ക്കും. സുനിൽ പറഞ്ഞ് ഈ ബുദ്ധിമുട്ട് എനിക്കുണ്ട്. ഞാനിത് വയ്ക്കാൻ തുടങ്ങുമ്പോൾ ഭാര്യ മുറുമുറുക്കും. അത് തുറന്നാൽ ലൈംഗികമാണ്, അത് അടച്ചു വയ്ക്കുക, ഇങ്ങനെയൊക്കെ പറയും. പക്ഷേ ഇത് കേൾക്കണമല്ലോ. എന്നാലും അയാളുടെ മൊബൈലിൽ അയാൾ കാണുന്നതും ഞാൻ കേൾക്കുന്നുണ്ട്, മൊബൈലിൻ്റെ ഒച്ചയിൽ. അപ്പം ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഞാനെന്ത് ചെയ്യാൻ, ഇത് മൊബൈൽ എടുത്തു കഴിഞ്ഞാൽ ഇതേ വരുന്നു. ഇതേപ്പറ്റി മറ്റൊരാൾ പറഞ്ഞ അഭിപ്രായം, അയാളെപ്പറ്റി മൂന്നാമതൊരാൾ പറഞ്ഞ അഭിപ്രായം, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ബട്ട് ഞാൻ ഇടയ്ക്കിടെ ഇതൊക്കെ നോക്കുമ്പോൾ ഞാൻ കാണുന്നുണ്ട് ഈ വലിയ ധാർമ്മിക രോഷം കൊള്ളുന്ന പല ആങ്കർമാരും ഈ പ്രവൃത്തിക്ക്, കുൽസിത പ്രവൃത്തിക്ക് പേര് കേട്ട ആൾക്കാരാണ്, ആണല്ലോ. എന്നിട്ട് അങ്ങേര് നിന്നാണ് നമ്മളോട് ഈ പ്രഭാഷണം. നമ്മൾ ഈ സംസാരത്തിന് തൊട്ട് മുമ്പ് ഒരു ആങ്കർ മുകേഷിനെതിരെ ധാർമ്മിക രോഷം കൊള്ളത് കണ്ട് നമ്മൾ പറഞ്ഞു ചിരിച്ചു. അപ്പോൾ അതുകൊണ്ട് അവർ ഇപ്പോൾ സിനിമാക്കാർ തിരിച്ചടിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഹൗ ടു കിൽ ദിസ് ഇഷ്യൂ, അവർ തന്നെ പിണറായി വിജയനോട് പറയും സാറൊരു കാര്യം ചെയ്യുക, സാറിൻ്റെ മറ്റേ കക്ഷികളുണ്ടല്ലോ KUWJ, അവരോട് പറയുക ഇത് വാർത്താ ബുള്ളറ്റിനിൽ മാത്രമായിട്ട് ഒതുക്കാൻ പറയുക, സ്പെഷ്യൽ പ്രോഗ്രാംസ് നിർത്തിവയ്ക്കാൻ പറയുക,
വാർത്താ ബുള്ളറ്റിനിൽ മാത്രം ഒരു പരാമർശമായിട്ട്. പിന്നെ കുറ്റപത്രം FIR എന്നൊക്കെ പറഞ്ഞ് പല പരിപാടികളുമില്ല. അതിൽ ആരെങ്കിലും FIR ലോഡ്ജ് ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ ആ വാർത്ത FIRലേക്ക് കുറ്റപത്രത്തിലേക്ക് മാറ്റാൻ പറയുക 3 ദിവസം. അത് ചെയ്യാൻ അവർ സഹകരിക്കുന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങളുടെ ആയുധം ഉപയോഗിക്കും. ഈ വർത്തമാനമൊക്കെ പറയാൻ ഇപ്പോൾ ഇതിൽപ്പെട്ട സിദ്ദിഖ് ഇപ്പോൾ വലിയ കുറ്റക്കാരനാണല്ലോ. എനിക്കറിയില്ല, ഞാൻ സിദ്ദിഖിനെ സിനിമയിലല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. സിദ്ദിഖ് ഒരു യൂട്യൂബ് വീഡിയോ ചെയ്തിടുന്നു. ആ യൂട്യൂബ് വീഡിയോ 1 മണിക്കൂർ കൊണ്ട് കുറഞ്ഞത് 1 കോടി ആൾക്കാർ കാണും അല്ലേ? എന്തായിരിക്കും അതിൻ്റെ റീച്ച്? മെയിൻ സ്ട്രീം മീഡിയയിലെ 1-2 പേരെ ഭംഗ്യന്തരേണ സൂചിപ്പിച്ചുകൊണ്ട് ആളെ മനസ്സിലാവും, പക്ഷേ ആളിൻ്റെ പേര് പറയില്ല. ആ രീതിയിൽ സിദ്ദിഖിനും സംസാരിക്കാമല്ല. സിദ്ദിഖ് സിനിമാ നടനാണ്, നന്നായിട്ട് സംസാരിക്കുന്ന ആളുമാണ്. കാരണം എനിക്ക് ഓർമ്മയുണ്ട്, സിദ്ദിഖ് ഷാനിയെ നിശബ്ദമാക്കിയ ഒരു സീൻ മനോരമയുടെ ഒരു കോൺക്ലേവിൽ. അന്ന് സിദ്ദിഖ് ദിലീപിനെ ചെന്ന് കണ്ടു, പോലീസ് പിടിച്ചുകൊണ്ട് പോയപ്പോൾ. സിദ്ദിഖ് പറഞ്ഞു, നിങ്ങൾ ഈ കാര്യം പറഞ്ഞിട്ട് വലിയ ബഹളം വയ്ക്കുന്നു. ഇവിടെ ഒരു ആസ്ഥാന രാഷ്ട്രീയ നേതാവുണ്ട്, ശശി തരൂർ. അദ്ദേഹത്തിൻ്റെ ഭാര്യ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു. അദ്ദേഹത്തെ ആരെങ്കിലും ഇൻ്റർവ്യൂ ചെയ്തോ, പ്രതികരണം എടുത്തോ? എന്താ നിങ്ങൾ ചെയ്യാഞ്ഞത്? ഇതിൽ ഷാനി ഇരുന്നു പോയി. അതുകൊണ്ട് ഞാൻ ഇന്നലെ ട്വീറ്റ് ചെയ്തു, സിദ്ദിഖിനെ കൂടുതൽ ഉപദ്രവിക്കരുത്. ഒരൊറ്റ മറുചോദ്യം കൊണ്ട് ഷാനിയുടെ കാറ്റ് കുത്തിക്കളഞ്ഞ ആളാണ്. അതുകൊണ്ട് മാധ്യമങ്ങൾ വല്ലാതെ അങ്ങോട്ട് സിദ്ദിഖിനെ ആക്രമിച്ചാൽ മാധ്യമങ്ങളുടെ വായടപ്പിക്കാൻ നന്നായിട്ട് സിദ്ദിഖിനറിയാം. ഞാനിതിൽ സിദ്ദിഖ് നിഷ്കളങ്കനാണ് ഒന്നും എനിക്കറിയേയില്ല. ഞാൻ വെള്ളിത്തിരയിൽ മാത്രമേ ആ മനുഷ്യനെ കണ്ടിട്ടുള്ളൂ കേട്ടോ. നല്ല നടനാണ്. വഴിയിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് അദ്ദേഹത്തിൻ്റെ വക്കീലാവേണ്ട കാര്യമില്ല. പക്ഷേ ഞാൻ കോഷൻ ചെയ്യുന്നത്, മീഡിയയ്ക്ക് ഞാൻ ഒരു വിനീതമായ മുന്നറിയിപ്പ് കൊടുക്കുന്നത്, നിങ്ങൾ കളിക്കുന്നത് ആരോടാണ് എന്ന് നിങ്ങൾ ആലോചിക്കണം. കാരണം ഈ വലിയ തമ്പുരാൻ കളിച്ചു കഴിയുമ്പോൾ തിരിച്ചടി വന്നു കഴിഞ്ഞാൽ അത് അത്രയും ഭീകരമായിരിക്കും. സോ ബി കെയർഫുൾ. ഈ ആയുധം ഉപയോഗിച്ചായിരിക്കും മിക്കവാറും ഈ മീഡിയയെ ഇവർ കട്ട് ചെയ്യുന്നത്. മീഡിയ സ്വയം നിയന്ത്രിക്കും. മിക്കവാറും മീഡിയയിലിരിക്കുന്ന തമ്പുരാക്കന്മാർ പറയും, എടാ മതി, ഇപ്പം എത്ര ദിവസമായി? 4 ദിവസമായി, മതി, ഇനിയൊന്ന് കുറയ്ക്കുക. ഇനിയൊന്ന് കുറച്ചിട്ട് പതുക്കെ FIRലേക്ക് കുറ്റപത്രത്തിലേക്കൊക്കെ മാറ്റി വാർത്ത. ഏതെങ്കിലും നടി പറഞ്ഞു, ഒരു ആരോപണമല്ലേ, FIR ഒന്നുമില്ലല്ലോ, തെളിവില്ല, ഒന്നുമില്ല. എൻ്റെ സുനിലെ ഈ പറഞ്ഞ് പ്രശസ്തി നേടാമെന്നുള്ളതല്ലാതെ 18 കൊല്ലം മുമ്പ് 14 കൊല്ലം മുമ്പ് എൻ്റെ കൈക്കൊരാൾ കയറി പിടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്ത് തെളിവുണ്ട്? ഇവർ 2 പേരും മാത്രമുള്ള. ഇപ്പോൾ രഞ്ജിത്തിൻ്റെ കാര്യം തന്നെ നോക്കുക. അവർ എന്താ, ബംഗാളി നടി, അവർ പറയുന്നു, എൻ്റെ കയ്യിൽ വളയിൽ എന്ന മട്ടിൽ കയ്യിൽ തലോടി, കഴുത്തിൽ തലോടി. ഇതാണ് അവൻ്റെ കേസ്. ഇതിനെന്ത് തെളിവാണ് കിട്ടുക? അവർ പറഞ്ഞു എന്നുള്ളതല്ലാതെ. ഒരു കോടതിയിൽ, മജിസ്ട്രേറ്റ് കോടതിയിൽ പോയി കഴിയുമ്പോൾ രഞ്ജിത്ത് പറയും, ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല, ഇവരെ സിനിമയിലേക്ക് ഞാൻ വിളിപ്പിച്ചിരുന്നു, അവർ ഫിറ്റല്ല എന്ന് കണ്ടിട്ട് ഞാൻ പറഞ്ഞു സോറി, ഐ കനോട്ട് ടേക്ക് യു എന്ന് പറഞ്ഞു. അവർ പോയി, ഞാൻ വേറെ ആളെ കാസ്റ്റ് ചെയ്തു. ദിസ് ഈസ് ഓൾ വാട്ട് ഹാസ് ഹാപ്പൻ. അതിൻ്റെ ടു ദാറ്റ് എക്സ്റ്റെൻറ്റ് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഡേ ഷീ വെൻ ബാക്ക്, ഐ ഡോണ്ട് നോ എനിത്തിങ്. എന്ത് ചെയ്യും കോടതി? സോ പക്ഷേ ഇതിങ്ങനെ സെൻസേഷനായിട്ട് ഇപ്പോൾ വലിയ വലിയ ആൾക്കാരെ പറ്റി എന്നെ പിച്ചി തോണ്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേരിലൊരു പ്രശസ്തിയെ കിട്ടും. അത്രയൊക്കെ ഇദ്ദേഹത്തിന് ഒരു ക്ഷീണം സംഭവിക്കുകയും ചെയ്യും. രഞ്ജിത്തിന് രാജിവെക്കേണ്ടി വന്നു, സിദ്ദിഖിന് രാജിവെക്കേണ്ടി വന്നു. ഒക്കെ തൊട്ടതിനും പിടിച്ചതിനും രാജിവെച്ച 2 പേരായി. അല്ല, അത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഇത് ആൾക്കാർ തിരിഞ്ഞു നിന്ന് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിയാലുണ്ടല്ലോ, ഇവരും കുറേയധികം വിഷമിക്കും. സപ്പോസ് നാളെ ഒരു സിനിമാ നടൻ അയാൾ പറയുകയാണ്, എനിക്കിവരിത് ഓഫർ ചെയ്തു, എനിക്ക് സിനിമയിലൊരു ചാൻസ് തരണം, എനിക്ക് തരാൻ എൻ്റെ ശരീരം മാത്രമേ ഉള്ളൂ എന്ന് ഇന്നാര് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് ഉണ്ടാവാൻ പോകുന്ന ഗതികേട് ആലോചിച്ച് നോക്കും. ഇതാർക്കും പറയാം ഈ കാര്യങ്ങൾ, ആർക്കും മുഖവിലേക്ക് എടുക്കണ്ട എന്നാണോ പറയുന്നത്?
മുഖവിലയ്ക്ക് എടുക്കാൻ നിയമത്തിൽ സാധ്യമല്ല. സോഷ്യലി ഇറ്റ് ഈസ് പോസിബിൾ. കാരണം സോഷ്യലി ഇക്വേഷൻ നിൽക്കുന്നു. സാധാരണ ഒരു സ്ത്രീയെ പുരുഷൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് സത്യമാണെന്ന് വിശ്വസിക്കുകയും നേരെ തിരിച്ചു പറഞ്ഞാൽ അത് നുണയായിരിക്കും, അങ്ങനെയൊന്നും ഒരു സ്ത്രീ മുതിർന്ന് ചെയ്യില്ല എന്ന് വിചാരിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ പൊതു സ്വഭാവം. ഇതല്ലാത്തവരും ഉണ്ട് കേട്ടോ, നേരെ തിരിച്ചാലോചിക്കുന്നവരൊക്കെ ഉണ്ട്. പൊതു സ്വഭാവം അങ്ങനെയാണ്. അതുകൊണ്ട് ആ ഒരു സോഷ്യൽ ഡാമേജ് ഉണ്ടാക്കാം, നിങ്ങൾക്ക് റെപ്യൂട്ടേഷൻ ഡാമേജ് ഉണ്ടാക്കാം. അതല്ലാതെ ക്രിമിനലി ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വലിയ പ്രയാസമാണ്. ഇപ്പോൾ എന്തായിരിക്കും ശരിക്കും വളരെ പെട്ടെന്ന് ഇപ്പോൾ വയനാട് വലിയ ദുരന്തമൊക്കെ ഉണ്ടായി, അതിൻ്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് വരുന്നു, ഒരുപാട് ആളുകളുടെ വാഗ്ദാനങ്ങൾ വരുന്നു, പുനരധിവാസം എവിടെയായെന്ന് പോലും നമുക്കറിയില്ല. വാർത്തകളിൽ നിന്ന് അതൊക്കെ പോയി. ഇല്ല, പുനരധിവാസത്തിൻ്റെ വാർത്തകൾ വരുന്നുണ്ട് ടി വിയിൽ. അത് നമ്മൾ ഈ പ്രൈം ടൈമിലല്ലെന്നേ ഉള്ളൂ, അല്ലാത്ത സമയത്ത് വരുന്നുണ്ട്. ഞാൻ കണ്ടതാണ്. 24 ഞാൻ കണ്ടിട്ടുണ്ട്, റിപ്പോർട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്. വെറുതെ അല്ല 24 റിപ്പോർട്ടർ ഈ റേറ്റിങ്ങിൽ കയറിപ്പോയെന്ന് വെച്ചാൽ ഹ്യൂമൻ ഇഷ്യൂസ് ഒരുപാട് അവർ കവർ ചെയ്യുന്നുണ്ട്. ആളുകൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടായി അത് കളക്ടറുടെ അടുത്ത് എത്തിച്ച് കളക്ടറെ ഫോൺ ചെയ്ത്, കളക്ടർക്ക് സാധിച്ചില്ലെങ്കിൽ മന്ത്രിയെ ഫോൺ ചെയ്ത് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി, ഇങ്ങനെ അവർ അത് ഒരു ലോജിക്കൽ കൺക്ലൂഷനിൽ എത്തിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ 2 ചാനലുകൾ റേറ്റിങ്ങിൽ മുകളിലേക്ക് വരാൻ കാര്യം. കാരണം മനുഷ്യന് അവൻ്റെ കഷ്ടപ്പാട് മാറണമല്ലോ, അല്ലാതെ വെറുതെ ഇങ്ങനെ ബോംബ് പൊട്ടുന്ന സീൻ കാണിച്ചിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ അവർ ഇത് പുനരധിവാസത്തിൻ്റെയും കാണിക്കുന്നൊക്കെ ഉണ്ട്. ബട്ട് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ പണം ദുരുപയോഗം ചെയ്യാനോ ഒക്കെ തുടങ്ങി എന്ന് വിചാരിക്കുക. അത് മറച്ചു വയ്ക്കാനായിട്ട് ഇങ്ങനത്തെ ഒരു വിവാദത്തിൻ്റെ ആവശ്യമില്ല. ഇത് വന്നത് ജെനുവിൻ റൂട്ടിൽ തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. വിവരാവകാശ നിയമത്തിൽ അപേക്ഷ കൊടുത്തു, അന്നത് തള്ളി, പിന്നീട് 4 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും കൊടുത്തു. അപ്പോഴത്തേക്ക് ഈ വിവരാവകാശ കമ്മീഷൻ മാറിയല്ല. ഈ മാറിയ അയാളുടെ ഇൻക്ലിനേഷൻ ഇതിനകത്തൊരു പ്രശ്നമാണ്. ആ വിവരാവകാശ കമ്മീഷനാണ് പറയുന്നത് നിങ്ങൾ അതിൻ്റെ ഈ പേഴ്സണൽ പാർട്ടൊക്കെ മറച്ചു വെച്ചിട്ട് ബാക്കി കൊടുത്തോ എന്ന് പറയുന്നു. അപ്പോഴത്തേക്ക് ആ സിറ്റുവേഷൻ അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നു. സിറ്റുവേഷൻ വലിയ താമസമില്ല. ഈ എത്ര ദിവസം ഇത് ഇട്ട് കളിച്ചുകൊണ്ട് ടി വിയിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അപ്രത്യക്ഷമാകും. മാത്രമല്ല മുതിർന്ന ആൾക്കാരൊക്കെ ഇടപെടും. അവരൊക്കെ പറയും മതി 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 ഇതിങ്ങനെ ഇട്ട് കളിച്ചുകൊണ്ടിരിക്കാതെ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും. പിന്നെ ഈ പറഞ്ഞ തിരിച്ചടിയുടെ ഭീഷണിയും ഉണ്ടാകും സിനിമാ രംഗത്ത്. ഏതായാലും തീരട്ടെ, കാരണം വീട്ടിൽ ടി വി ഒക്കെ വെക്കണം വല്ലപ്പോഴും. ഇല്ല, ടി വി വയ്ക്കാൻ അങ്ങനെയുള്ള കുഴപ്പമൊന്നുമില്ല. കാരണം ഈ കേരളീയ സമൂഹത്തിൻ്റെ അവർ വെറും പൊട്ടന്മാരാണെന്ന് വിചാരിക്കരുത്. അവർക്കിത് മനസ്സിലാവുന്നുണ്ട് ഈ കളികളൊക്കെ. പിന്നെ കമൻ്റ് അടിക്കുമ്പോൾ അതിൻ്റെ കൂടെ അങ്ങ് അടിക്കും എന്നുള്ളതല്ലാതെ ഒറിജിനലി എന്താണ് ഈ സാധനം എന്ന് മലയാളിക്ക് നന്നായിട്ടറിയാം. മലയാളിയെ വിഡ്ഢിയാക്കാനൊന്നും അത്ര എളുപ്പമൊന്നുമല്ല. അത് അമ്മയാണേലും ആത്മയാണേലും അമ്മയാണെങ്കിലും അപ്പൂപ്പനാണെങ്കിലും. ഫേസ്ബുക്കിൽ ചിലപ്പോൾ കമൻ്റൊക്കെ ഇടും കേട്ടോ. സുനിൽ എഴുതിയത് ആ ഗംഭീരം എന്നൊക്കെ പറഞ്ഞിട്ട്, ഗംഭീരമൊന്നും അല്ലാന്ന് അയാൾക്ക് അറിയാം. എന്നാലും നമ്മുടെ വടയാർ സുനിലല്ലേ കിടക്കട്ടെ. ഇങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ, ടി വി കണ്ടുള്ള പ്രതികരണം ഇതൊന്നും കണ്ട് മലയാളിയെ വിലയിരുത്തരുത്. ഞാൻ ഈ ടി വി ഓൺലൈൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് താഴെയുള്ള കമൻസ് നോക്കിയിട്ടുണ്ടോ? അത് നോക്കേണ്ടതാണ് ഇടയ്ക്ക്. ഈ വാർത്തയുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കമൻസാണ് താഴെ വരുന്നത്. ഇന്നലെ 6 മണിക്ക് കാണാമെന്ന് പറഞ്ഞ് നിന്നെ കണ്ടില്ലല്ലോ, എനിക്ക് വരാൻ പറ്റിയില്ല, ഭയങ്കര മഴയായിരുന്നു. അതെ, ഒരുപാട് പേര് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അത് ശ്ലീലവും അശ്ലീലവും ഉണ്ട്. പക്ഷേ അവർക്ക് തമ്മിൽ അറിയാം അവരാരൊക്കെയാണ്. ഈ പരിപാടിയാണ് നടക്കുന്നത്. ഇതിൻ്റെ ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് അവർ കമൻറ്റ് ബോക്സിനെ ഉപയോഗിക്കുന്നത്. അത് ശരി, അത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അല്ലാതെ വാർത്തയെ പറ്റി അല്ല. പലപ്പോഴും ഇതൊക്കെയാണ് നമ്മളെ ആക്ച്വലി ഈ മായാലോകത്തിൽ കാണുന്നതല്ല യാഥാർത്ഥ്യം. ഏതായാലും ശരി, അതിൻ്റെ വഴിക്ക് പോട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.